ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഏകദേശം 25 ചോദ്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ 50 ചോദ്യങ്ങൾ വെച്ചിട്ട് എല്ലാ ടോപ്പിക്കൊന്നും ചെയ്യണം എന്നാണ് വിചാരിക്കാറ്. പക്ഷേ നമുക്ക് അങ്ങനെ തീരില്ലല്ലോ. നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസും അതേപോലെ സയൻസിൽ നിന്ന് കുറച്ചധികം പഠിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ടോപ്പിക്കേ എടുത്തിട്ടുള്ളൂ. ലായനികളിൽ നിന്നും മറ്റേ രാസപ്രവർത്തന വേഗം അതില്ലേ, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കില്ലേ, അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. വായിച്ചു നോക്കൂ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനി ഏതാണ്? അപ്പോൾ വായിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയോ ഒരുപോലെ തോന്നും. അതിപൂരിതമുണ്ട്, അപൂരിതമുണ്ട്, പൂരിതമുണ്ട്. മനസ്സിലാക്കിയ എല്ലാം സിമ്പിൾ തന്നെയാണ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി, പൂരിത ലായനിയാണ് ശരി ഉത്തരം. അപ്പം ഇപ്പം തന്നെ പഠിച്ചോളൂ, എന്താണ് പൂരിത ലായനി? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലീനം എന്താ, ലായകം എന്താ, ലായനി എന്താണെന്നൊന്ന് പറയണല്ലോ. വേഗം പറഞ്ഞിട്ട് പോവാം. പഠിച്ചവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന പദാർത്ഥം എന്താണോ, ലയിച്ചു ചേരുന്ന പദാർത്ഥം എന്താണോ, അതിനെയാണ് ഞാൻ ലീനം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സാൾട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സാൾട്ടാണ് എന്ത്, നമ്മുടെ ലീനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലായകം എന്താണ്? ലായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവെന്റ്. അപ്പം ഇപ്പം സാൾട്ട് സൊല്യൂഷനിലെ ലായകം ഏതാണ്? വാട്ടർ ആണ് അല്ലേ, H2O എന്ന് എനിക്ക് പറയാം. ഓക്കെ, അപ്പം ലായകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതിലാണോ ഈ ലീനം ലയിക്കുന്നത് അതാണ് നമുക്ക് ലായകം എന്ന് പറയാം. ഓക്കെ, ഇനി ലായനി. ലായനി എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ അല്ലേ. ലീനവും ലായകവും ചേർന്നുണ്ടാവുന്നത് എന്തോ അതാണ് ലായനി അഥവാ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദ്രാവക ലായനി മാത്രമേ ഉള്ളൂ എന്ന്. ദ്രാവകത്തിൽ മാത്രമല്ല ലായനി എന്ന് പറയുന്നത്, ഖരലായനി ഉണ്ട്. ഖരലായനിക്ക് ഒരു എക്സാമ്പിൾ ഏതാണ്? നമുക്ക് ഖരലായനിക്ക് എക്സാമ്പിൾ എന്ത് പറയാം? പിച്ചള പറയാം. പിച്ചള എന്താണ്? ഒരു ഖരലായനിയാണ്. അപ്പം അതിൽ ആരൊക്കെയാണ് ഉള്ളത്? സിങ്ക് ഉണ്ട്, ചെമ്പുണ്ട് അല്ലേ. സിങ്കും കോപ്പറും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? പിച്ചള എന്ന് പറയുന്നത്. അതൊരു ഖരലായനിയാണ്. ദ്രാവക ലായനി പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പഞ്ചസാര വെള്ളം, ഉപ്പുവെള്ളം, ഉപ്പ് ലായനി, പഞ്ചസാര ലായനി എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നു. അതാണ് ദ്രാവക ലായനി. ഓക്കെ, അപ്പം എന്താണ് ലായനി, എന്താണ് ലീനം, എന്താണ് ലായകം എന്നൊക്കെ അറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് എന്താണ് പൂരിതം, അപൂരിതം, അതിപൂരിതം എന്ന് പഠിക്കണമല്ലോ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനിയും ചോദ്യം വരുന്നുണ്ട്, എന്നിട്ട് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് വേണ്ടത് ഏതാണ്? തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, 4 എണ്ണമാണ് തന്നിട്ടുള്ളത്, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ 4 എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ തെറ്റായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഒന്ന് നോക്കി നോക്കൂ. ആദ്യത്തത് വായിച്ചു നോക്കാം. ഒരു നിശ്ചിത അളവ് ലായനി ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ശരിയാണോ? ശരിയാണല്ലോ. 2, അതായത് ബി, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അത് നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ശരി. പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി. അത് ശരിയാണ്. അപ്പം അതിപൂരിതവും കൂടി നമുക്ക് കിട്ടി. എന്താണ്? പൂരിതമാകാൻ ഇത്ര എമൗണ്ട് വേണമെന്ന് നമുക്കറിയാം. പരമാവധി ലീനമാണ് അല്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്? പൂരിത സൊല്യൂഷൻ, പൂരിത ലായനി എന്ന് പറയുന്നത്. അതിൽ അധികം ലീനം ലയിച്ചു ചേർന്നാൽ അതിനെ നമുക്ക് എന്ത് പറയാം? അതിപൂരിത ലായനി എന്ന് പറയാം. അപ്പോൾ പൂരിതം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആണ് എന്ത്? അതിപൂരിതം. പൂരിതം കഴിഞ്ഞാൽ അതിപൂരിതം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി ഓപ്ഷൻ ഡി നോക്കിക്കേ, ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടെ. എല്ലാ പദാർത്ഥങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. ഒറ്റയടിക്ക് നമുക്ക് ശരിയായിട്ട് തോന്നും. ശരി തന്നെയാണ്. എന്താണ്? പദാർത്ഥങ്ങളുടെ ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ പദാർത്ഥങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു നമുക്ക് പറയാൻ പറ്റില്ല.
ഒരു പദാർത്ഥത്തിൻ്റെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഒരു ഗ്രാഫൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യൻ വരുന്നതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ആൻസർ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഓപ്ഷൻ ഡി ഇവർ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. എല്ലാ പദാർത്ഥങ്ങളുടെയും ലേയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. 2 ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തത്, കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എന്ത്? അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്നാണ് ഈ ppm എന്ന് പറയുന്നത് അല്ലേ. ppm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. അതെന്താണ് സംഭവം? ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. എന്താണ്? എത്ര ഒരു മാസ് ലായനി എൻ്റെ കയ്യിലുണ്ട്, അതിനെ ഞാൻ എന്താക്കാണ്, ദശലക്ഷം ഭാഗങ്ങളാക്കി, എന്നിട്ട് അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനെ ppm എന്ന് പറയാം, പാർട്സ് പെർ മില്യൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവാണ് ചോദിച്ചത്. എത്രയാണ്? 4 ppm ആണ്. പഠിച്ചു വെച്ചോളൂ കേട്ടോ. മൂന്നാമത്തത് ഓപ്ഷൻ സി 4 ppm. ശരി. നാലാമത്തെ ചോദ്യം, പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ ലായനിയെ എന്ത് വിളിക്കുന്നു? എന്താ വിളിക്കുക? അപ്പം നമ്മൾ പൂരിതം പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് പഠിച്ചു? അതിപൂരിതം പഠിച്ചു. ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇത് അതിപൂരിതം. ഓക്കെ, ഇത് 3-ാം സ്ഥാനം, ഇത് 2-ാം സ്ഥാനം, 1-ാം സ്ഥാനമുള്ള ഒരാളുണ്ട്. അതായത് 1-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ്. അതാണ് എന്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇപ്പം ആൻസർ ഏതാണ്? നാലാമത്തത് ഓപ്ഷൻ എ ആണ്, അപൂരിത ലായനി. അപ്പം ആദ്യം ആരാ നമുക്ക് കിട്ടുന്നത്? അപൂരിത ലായനി. ഇത് വായിച്ചു നോക്കിക്കേ. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പ്. അപ്പം പൂരിതം അതാ, പൂരിതത്തിന് തൊട്ട് മുമ്പ് എന്ത്? അപൂരിതം. അപ്പം ആദ്യം അപൂരിതം, പിന്നെ പൂരിതം, പിന്നെ അതിപൂരിതം. കിട്ടിയല്ലോ? ആദ്യം അപൂരിതം, പിന്നെ പൂരിതം, പിന്നെ അതിപൂരിതം. ഓക്കെ, അപ്പം 3 ലായനികൾ നമ്മൾ ഈ ഒരു ഇത് പഠിച്ചേ. അഞ്ചാമത്തെ ചോദ്യം, ഒരു നിശ്ചിത വ്യാപ്തം ലായനിയിൽ എത്ര മോൾ ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്ന് കണക്കാക്കി ലായനികളുടെ ഗാഢത പ്രസ്താവിക്കുന്ന രീതി. ശ്രദ്ധിച്ചു വായിക്കണം. ഒരു നിശ്ചിത വ്യാപ്തം ലായനിയിൽ എത്ര മോൾ ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പം നോർമാലിറ്റി അല്ല, കൊളോയിഡ് ഒന്നുമല്ല. മൊളാലിറ്റി ആണോ മൊളാരിറ്റി ആണോ? അപ്പോൾ ശ്രദ്ധിക്കുക, 1 ലിറ്റർ ലായനിയിൽ ലയിച്ചു ചേർന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ പറയുന്നത് മൊളാരിറ്റി. അതുകൊണ്ട് 5 ഓപ്ഷൻ ബി ആണ് ആൻസർ. മൊളാലിറ്റി അല്ല, മൊളാരിറ്റി ആണ്. അപ്പോൾ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ M = എന്താണ്? ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. അപ്പം ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തം. ഓക്കെ, ലിറ്ററിലുള്ള വ്യാപ്തമാണ് നമുക്കിവിടെ വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് യൂണിറ്റ് ആണ്, യൂണിറ്റ് മോൾ പെർ ലിറ്റർ ആണ്. ഇക്വേഷൻ എന്താണ് ഞാൻ പറഞ്ഞത് ഇവിടെ എഴുതാൻ കഴിയാത്തതുകൊണ്ടാണ്. M ആണ് മൊളാരിറ്റി, ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ലായനിയാണേ താഴെ, ലായനിയുടെ വോളിയം, ലിറ്ററിലുള്ള വ്യാപ്തം. ഇതാണ് നമ്മുടെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. കിട്ടി, മൊളാരിറ്റി കിട്ടി. ഇനി മൊളാലിറ്റി പറയാം. മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ m = ശ്രദ്ധിക്കുക, മേലെ എന്ത് തന്നെയാണ്? ലീനം തന്നെയാണ്. ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം തന്നെയാണ്, ലീനമോൾ തന്നെയാണ് മേലെ ഇരിക്കുന്നത്. ലീനമോൾ താഴേക്ക് ഇറങ്ങുന്ന പരിപാടിയില്ല. താഴെ ആരാ മാറിക്കൊണ്ടിരിക്കുന്നത്? ലായനിയും ലായകവും. അപ്പം മൊളാലിറ്റി ആവുമ്പം നമുക്ക് ലായനിന്ന് ഒരു ടെൻഡൻസി വരും. ലായനി അല്ല, മൊളാലിറ്റി ആണേ പറയുന്നത്. മൊളാലിറ്റി ആവുന്ന സമയത്ത് ലായകത്തിൻ്റെ പിണ്ഡം, കിലോഗ്രാമിലുള്ള ലായകത്തിൻ്റെ പിണ്ഡം, മാസ്. ഓക്കെ, ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പഠിച്ചവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. മൊളാലിറ്റി ആണ് പഠിക്കുന്നത്. മൊളാലിറ്റി ആകുമ്പം സ്മോൾ ലെറ്റർ M = മേലെ ആരെന്നാ? ലീനമോൾ തന്നെ, ലീനത്തിൻ്റെ മോളിലുള്ള എണ്ണം. താഴെ ആരാണ്? ലായകത്തിൻ്റെ വ്യാപ്തം. കിട്ടിയല്ലോ? ഓക്കെ, പഠിച്ചു.
ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന എടുക്കുക. അപ്പം നമുക്ക് ഏതാ വേണ്ടത്? ശരിയാണേ വേണ്ടത്. ശരി നോക്കാം. യഥാർത്ഥ ലായനിയിൽ പ്രകാശപാത കാണാൻ കഴിയുന്ന പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ, യഥാർത്ഥ ലായനിയിൽ നമുക്ക് പ്രകാശപാതയൊന്നും കാണാൻ കഴിയില്ല. ബി, യഥാർത്ഥ ലായനിയിലെ ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയും. അതും തെറ്റാണ്. കൊളോയിഡുകൾ ടിൻഡൽ പ്രഭാവം കാണിക്കുന്നു. ശരി, അതന്നെ കൊളോയിഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ടിൻഡൽ പ്രഭാവം കാണിക്കുക എന്നുള്ളത്. ഡി വായിച്ചു നോക്കിക്കേ, തെറ്റായിരിക്കും എന്നാലും വായിക്കൂ. സസ്പെൻഷനിലെ കണികകളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തെറ്റാണ്. കാരണം സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് തന്നെ എന്താണ്? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള കണികകളുള്ള ലായനിയാണ് സസ്പെൻഷൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ചളിവെള്ളം, ചുണ്ണാമ്പ് വെള്ളം ഒക്കെ എന്താണ്? സസ്പെൻഷന് ഉദാഹരണമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ചിട്ട് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയും. ശരിയാണ്. അപ്പോൾ ഇവിടെ കണികകളുടെ വലിപ്പം ഏകദേശം പറയുന്നത് 1000 നാനോമീറ്റർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായില്ലേ കണികകളുടെ വലിപ്പം എങ്ങനെയാണ്, നമുക്ക് കാണാൻ കഴിയോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് തെറ്റായിപ്പോയത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. കൊളോയിഡുകൾ ടിൻഡൽ പ്രഭാവം കാണിക്കുന്നു. ശരി ഉത്തരം. കൊളോയിഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂടൽ മഞ്ഞ്, മഷി, പാല് അതൊക്കെ കൊളോയിഡാണ് അല്ലേ. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം തിരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, താപനില കൂടുമ്പോൾ ലേയത്വം എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നാണ് ആക്ച്വലി നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ലേയത്വം കുറയുന്നൊരു വീരനുണ്ട്. അതാരാണ്? 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. എ, ബി, സി, ഡി. ലാസ്റ്റ് ഇരിക്കുന്ന ഇവനാണ് എന്ത് ചെയ്യുന്നത്? ലേയത്വം കുറയുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് പഠിക്കുന്നുണ്ട്. ഇവിടെ ടെമ്പറേച്ചറും ഇവിടെ എന്താണ്? ഇവിടെ ലേയത്വവുമാണ്. ഓക്കെ, ലേയത്വവുമാണ്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ ആണെന്ന് വിചാരിക്കും. ഇതാ പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ ലേയത്വവും കൂടുന്നു. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാൽസ്യം സൾഫേറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കാൽസ്യം സൾഫേറ്റ് ഇരിക്കുന്നത്. ഓക്കെ, കാൽസ്യം സൾഫേറ്റിൻ്റെ ലേയത്വം എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ശരി. എട്ടാമത്തെ ചോദ്യം, കൃത്രിമ പാനീയങ്ങൾക്ക് പുളി രുചി കിട്ടാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? കൃത്രിമ പാനീയങ്ങൾക്ക് പുളി രുചിയാണേ. ഏതാണ്? ഫോസ്ഫോറിക് ആസിഡാണ്. ഫോസ്ഫോറിക് ആസിഡാണ് കേട്ടോ. ശരി. 9 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ ഈ ടോപ്പിക്കിൽ നിന്ന്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. മഞ്ഞ നിറം. എറിത്രോസിനല്ല, അതേതാണ്? റെഡ് അല്ലേ? എറിത്രോ എന്ന് കാണുമ്പം റെഡ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ടാർട്രസിനാണ് ശരിയായ ഉത്തരം കേട്ടോ. മഞ്ഞ നിറം. അപ്പം 9 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ലായനിയിൽ നിന്ന്. ഓക്കെ, സെറ്റാണ്. അടുത്ത സെറ്റിലേക്ക് പോവാണ്. അടുത്ത സെറ്റിൽ 17 ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു നേരിട്ട് വാതകമാകുന്ന പ്രവർത്തനം. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാ അല്ലേ. ഇങ്ങനത്തെ ചോദ്യം വന്നിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഒന്ന് ഓപ്ഷൻ എ കേട്ടോ. ഓപ്ഷൻ എ ആണ്. സയൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണേ. SCERT ചാപ്റ്റർ വായിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഇനി SCERT ബേസ്ഡ് ആയിട്ടുള്ള നോട്ടൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉൽപ്രേരകവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഉൽപ്രേരകം കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അതിൽ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതാ വേണ്ടത്? തെറ്റാണ്. ഞാനിവിടെ വലിയൊരു തെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വായിച്ചോ. ഫസ്റ്റ്, സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയം ആകാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ നിരക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിവുള്ള പദാർത്ഥമാണ് ഉൽപ്രേരകം. ശരിയാണ്. ബി, ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടന പ്രവർത്തനത്തിലെ പോസിറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണമാണ് ഫോസ്ഫോറിക് ആസിഡ്. തെറ്റാണ്. വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ തന്നെയാണ് ഞാൻ പഠിച്ചതെന്ന് വിചാരിക്കും. നമ്മൾ പഠിച്ചത് ശരിയാണ്. എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടന പ്രവർത്തനത്തിൽ ഒരു ഉൽപ്രേരകം തന്നെയാണ് ഫോസ്ഫോറിക് ആസിഡ്. പക്ഷേ അത് പോസിറ്റീവ് ഉൽപ്രേരകം അല്ല, അതൊരു നെഗറ്റീവ് ഉൽപ്രേരകമാണ്. അപ്പം നമ്മൾ പഠിക്കണം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ
രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൽപ്രേരകമാണ് മാംഗനീസ് ഡൈ ഓക്സൈഡ്, MnO2. മാംഗനീസ് ഡൈ ഓക്സൈഡ് ആണ് ആക്ച്വലി ഈ ഒരു വിഘടന പ്രവർത്തനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ പറഞ്ഞുതരാം. നമ്മുടെ 2H2O2 ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെ MnO2 ഉൽപ്രേരകം വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു സാന്നിധ്യത്തിൽ രാസപ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതെന്തായിട്ട് മാറും? ജലവും പ്ലസ് ഓക്സിജനുമായിട്ട് മാറും കേട്ടോ. ഇങ്ങനെ രാസപ്രവർത്തനം പഠിക്കണമെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇക്വേഷനൊക്കെ ആയിട്ടുള്ളൊരു ചോദ്യം PYQ ഞാൻ കണ്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം നമുക്കറിയില്ലല്ലോ ഇവിടുന്ന് എങ്ങനെയാണ് ചോദിക്കുകയെന്ന്. അപ്പം ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട. ഓക്കെ, ഇപ്പോൾ ആവുന്നത് എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്രേരകം ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ഇനി പഠിക്കേണ്ടത് ഉൽപ്രേരകങ്ങൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്തായിരിക്കും? വേഗത വർദ്ധിപ്പിക്കുന്ന ഉൽപ്രേരകങ്ങളാണ് പോസിറ്റീവ് ഉൽപ്രേരകങ്ങൾ. നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? വേഗത കുറയ്ക്കുന്ന ഉൽപ്രേരകങ്ങളാണ് നെഗറ്റീവ് ഉൽപ്രേരകങ്ങൾ. അപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾ പഠിച്ചോളൂ. പോസിറ്റീവ് ഉൽപ്രേരകമാണ് ഏത്? നമ്മൾ പറഞ്ഞ MnO2. ഈ ഫോസ്ഫോറിക് ആസിഡ് എന്താണ്? നെഗറ്റീവ് ഉൽപ്രേരകമാണ്. രണ്ടും ഏതിൽ വരുന്നത് തന്നെ? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ശരി, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെയുള്ളത് ഞാൻ വായിച്ചില്ല. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ ബാക്കി രണ്ടെണ്ണം കൂടി വായിക്കാം നമുക്ക്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ്. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ, സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോണ്ടാക്റ്റ് പ്രോസസ്സാണ് അല്ലേ? കോണ്ടാക്റ്റ് പ്രോസസ്സാണ്. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളതാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ ഏതിൻ്റെയാണ്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡിൻ്റെയാണ്. നൈട്രിക് ആസിഡിൻ്റെയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനം. ഇത് പറഞ്ഞപ്പം രണ്ടെണ്ണം കൂടി ഞാൻ പറയാം. ഹേബർ പ്രോസസ്സ് കേട്ടിട്ടുണ്ടല്ലോ, ഹേബർ പ്രക്രിയ. അതാരതാണ്? അമോണിയൻ്റെ ആണ് ഹേബർ പ്രക്രിയ. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? സ്പോഞ്ചി അയോണിനെയാണ് കേട്ടോ. സ്പോഞ്ചി അയൺ, അയോൺ അല്ല അയൺ, സ്പോഞ്ചി അയൺ ആണ് കേട്ടോ. ശരിയാണേ. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം, കേട്ടോളൂ. കോണ്ടാക്റ്റ് പ്രോസസ്സിൽ വനേഡിയം പെൻഡോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയണാണ്. വനസ്പതി നിർമ്മാണത്തിൽ നിക്കലാണ്. വനസ്പതി നിർമ്മാണം നിക്കൽ. ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ പ്ലാറ്റിനം. സെറ്റ്. അടുത്തതിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, നെഗറ്റീവ് ഉൽപ്രേരകത്തിന് ഉദാഹരണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി, മനസ്സിലായവരുണ്ടെങ്കിൽ ആൻസർ ചെയ്യൂ. നെഗറ്റീവ് ഉൽപ്രേരകം ഏതാണ്? മാംഗനീസ് ഡയോക്സൈഡ് പോസിറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചത്. പിന്നെയോ ഫോസ്ഫോറിക് ആസിഡാണ് എന്തിൻ്റെ കേസിൽ? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കേസിൽ രാസപ്രവർത്തന വേഗത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെഗറ്റീവ് ഉൽപ്രേരകമാണ് ആര്? നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ്. നാലാമത്തെ ചോദ്യം, നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് ഡാഷ്. അപ്പോൾ പോസിറ്റീവ് അയോൺ ഏതാണ്? അതെ, കാറ്റയോൺ ആണ്. കാറ്റയോൺ ആണ്. ആനയോൺ നെഗറ്റീവ് ആണ്. അപ്പം കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോൺ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാറ്റയോൺ ആണ് പോസിറ്റീവ്, ആനയോൺ നെഗറ്റീവ്. അഞ്ചാമത്തെ ചോദ്യം, വൈദ്യുത വിശ്ലേഷണ സെല്ലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഓക്കെ, കാണാമല്ലോ. ഇനി നോക്കിക്കോ, ഓരോന്നും ഏതാണ് ശരിയെന്ന് നോക്കാം. ഓക്കെ, വൈദ്യുത വിശ്ലേഷണ സെല്ലാണ്. വിശ്ലേഷണം ശ്രദ്ധിക്കുക. ഗാൽവനിക് സെല്ലും വൈദ്യുത വിശ്ലേഷണ സെല്ലും മാറിപ്പോവരുത്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണെന്ന് പറയുന്നുണ്ട്. ആനോഡ് എന്താ നിങ്ങൾ പഠിച്ചത്? ആനോഡ് വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ പോസിറ്റീവ്. ശരിയാണ്. നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഇലക്ട്രോഡ് അപ്പം കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ എന്ന് പറഞ്ഞാലോ അതും ശരിയാണ്.
അപ്പം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്ത്? എല്ലാം ശരിയാണ്. 1, 2, 3, 4 ശരിയാണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നവരാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കത്തും. ഓക്കെ, 6ാമത്തെ ചോദ്യം നോക്കാം. വൈദ്യുത ലേപനത്തിൻ്റെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. വൈദ്യുത ലേപനം അറിയാലോ എന്താണെന്ന്. അതിൽ ഉപയോഗങ്ങളാണ് താഴെ തന്നിട്ടുള്ളത്. ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് പറയാം. 1ാമത്തേത് ലോഹത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ എന്ന് പറയുന്നു. അത് ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ശരിയാണ്. ലോഹനാശനം തടയാൻ എന്നുള്ളതായിരിക്കും ചിലപ്പം പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. എന്തു തന്നെയായാലും രണ്ടും ശരിയാണ്. അതുകൊണ്ട് 6ാമത്തേത് ഓപ്ഷൻ എ 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം 7. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന പ്രക്രിയയിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് CuSO4 ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ പഠിച്ചതാണ്. ചെമ്പ് പൂശുന്ന പ്രക്രിയ ഇരുമ്പ് വളയിൽ നമ്മൾ പഠിച്ചതാണ്. അവിടെ ഉപയോഗിക്കുന്ന ലായനി, അതായത് ഇലക്ട്രോലൈറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്താണെന്നറിയാലോ? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഇലക്ട്രോലൈറ്റുകൾ പഠിച്ചിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ്, ഇതൊക്കെ എന്ത് തന്നെയാണ്? ഇലക്ട്രോലൈറ്റുകൾ തന്നെയാണ്. ഓക്കെ, ഈ ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ഇറക്കി വെക്കുന്ന വൈദ്യുതി കടത്തിവിടുന്ന ആ ഒരു ദണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കാം. 8ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയാണ് വേണ്ടത്. ഒറ്റൊന്നേ ശരിയുള്ളൂ. കാണാലോ? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കൂ. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗം കുറയ്ക്കാൻ മാംഗനീസ് ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. തെറ്റല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാംഗനീസ് ഡയോക്സൈഡ് ഒരു പോസിറ്റീവ് ഉൽപ്രേരകമാണ്, വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എ തെറ്റ്. ബി താപനില വർദ്ധിക്കുമ്പോൾ രാസപ്രവർത്തന വേഗം കുറയുന്നു. തെറ്റല്ലേ? തെറ്റ്. തന്മാത്രകളുടെ എണ്ണം കുറയുന്നത് ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. തന്മാത്രകളുടെ എണ്ണം കുറഞ്ഞാൽ കൂട്ടിമുട്ടലുടെ എണ്ണം കൂടുകയല്ലോ ചെയ്യുക? അല്ല, കുറയല്ലേ ചെയ്യുക. തന്മാത്രകളുടെ എണ്ണം കൂടിയാൽ കൂട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് അത് തെറ്റ്. ഡി അഭികാരകങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു. അത് ശരിയാണ്. 8 ഓപ്ഷൻ ഡി ആണ്. അഭികാരകങ്ങളുടെ സ്വഭാവം രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്നു. ശരി, അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നവ 4 തന്നിട്ടുണ്ട്. ഉൾപ്പെടുന്നതാണേ വേണ്ടത്. അഭികാരകങ്ങളുടെ സ്വഭാവം ശരി, താപനില ശരി, പ്രതല പരപ്പളവ് ശരി, ഗാഢത ശരി. അപ്പം 4ഉം എന്ത് തന്നെയാണ്? ഇതിൻ്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്തിനെ? രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 10 പദാർത്ഥങ്ങൾ താപം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനം. അപ്പോൾ അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താണ്? പുതിയ പദാർത്ഥമായി മാറുന്നുണ്ടെങ്കിൽ അതെന്ത് മാറ്റമാണ്? ഭൗതിക മാറ്റമാണോ? അല്ല, നമുക്ക് വേണ്ടത് ആരാണ്? രാസമാറ്റമാണ്. 10 ഓപ്ഷൻ ഡി രാസമാറ്റം. പുതിയ പദാർത്ഥമായിട്ടാണ് മാറുക. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥം അല്ല ഉണ്ടാകുന്നത്. അവിടെ എന്താ മാറുന്നത്? അവസ്ഥയിൽ മാറ്റം വരും അല്ലേ? ജലം ഐസാവുന്നതൊക്കെ ഭൗതിക മാറ്റമാണ്. രാസമാറ്റത്തിൽ പേപ്പർ കത്തിച്ചാൽ അല്ലേ കത്തിയാൽ എന്ത് സംഭവിക്കും? അത് രാസമാറ്റമാണ്. ശരി, 11 രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി താപം ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്? താപം ആഗിരണം ചെയ്യുവാണെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷൻ. ഓപ്ഷൻ എ എൻഡോതെർമിക് റിയാക്ഷൻ. 12 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയാവേണ്ടത് ഓപ്ഷൻ എ വസ്തുക്കളുടെ പരപ്പളവ് കുറയുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു. പരപ്പളവ് കുറയുമ്പോൾ നല്ല, പരപ്പളവ് കൂടുമ്പോൾ രാസപ്രവർത്തന വേഗത കൂടുന്നു എന്നാണ് വേണ്ടത്. അതുകൊണ്ട് തെറ്റാണ്. നമുക്ക് ശരിയാണ് വേണ്ടത്. അടുത്തത്
അഭികാരകങ്ങളുടെ ഗാഢത കൂടുമ്പോൾ രാസപ്രവർത്തന നിരക്ക് കുറയുന്നു. അതും തെറ്റ്. സി. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു. ശരി. അപ്പം നാലാമത്തും തെറ്റായിരിക്കും, എന്നാലും വായിക്കാം. മർദ്ദം രാസപ്രവർത്തനങ്ങളുടെ വേഗതയെ സ്വാധീനിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതും തെറ്റാണ്. അപ്പോൾ 12 ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരുന്നത്. താപനില വർദ്ധിക്കുന്നതിനനുസരിച്ച് രാസപ്രവർത്തന വേഗത വർദ്ധിക്കുന്നു. 13 കോണ്ടാക്ട് പ്രോസസ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. അതിലുപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? കോണ്ടാക്ട് പ്രോസസ്സ് അഥവാ സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിലേതാ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി വനേഡിയം പെൻഡോക്സൈഡ്. 14 ഉൽപ്രേരകത്തിൻ്റെ ചോദ്യങ്ങൾ കാണാറുണ്ട്. 14 ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന മൂലകം. ശ്രദ്ധിക്കുക, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന മൂലകം ആണ് ചോദിച്ചത്. ആ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമല്ല ചോദിച്ചത്, പ്രക്രിയ അല്ല ചോദിച്ചത്. ആ മൂലകത്തിന് നമ്മൾ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഓക്സികാരിയാണ്. അങ്ങനെ സ്വീകരിക്കുന്നതിനെ നമ്മൾ എന്താ പറയുക? നിരോക്സീകരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്സികാരിയാണ് ആ മൂലകം. 15 മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിൽ നടക്കുന്ന ബയോലൂമിനസെൻസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ലൂസിഫറിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്ന പ്രതിഭാസത്തിന് കാരണമായ രാസപ്രവർത്തനം. അത് എളുപ്പമുള്ള ചോദ്യമായിപ്പോയി. പ്രകാശരാസപ്രവർത്തനം. ഓക്കെ, പ്രകാശരാസപ്രവർത്തനം. ഇനി 16 വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണുകൾ ആകർഷിക്കപ്പെടുന്ന ഇലക്ട്രോഡ്. അപ്പോൾ വൈദ്യുത വിശ്ലേഷണമാണ്, ആലോചിക്കുക. പോസിറ്റീവ് അയോണ് എന്ത് ചെയ്യാണ്? പോകുന്നത് എങ്ങോട്ടാണെന്നാണ് ചോദിക്കുന്നത്. പോസിറ്റീവ് അയോൺ പോവുക ഏതിലേക്കായിരിക്കും? ഒരു നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും പോവുക. ഇവിടെ നെഗറ്റീവ് ഇലക്ട്രോഡ് ആരായിരിക്കും? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ആരായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ്? കാഥോഡായിരിക്കും നെഗറ്റീവ് ഇലക്ട്രോഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. പോസിറ്റീവ് അയോൺ എങ്ങോട്ടായിരിക്കും പോവുക? ഒരു നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും പോവുക. അതാരാണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ കാഥോഡാണ്. എന്നാൽ ഗാൽവനിക് സെല്ലിൽ കാഥോഡ് പോസിറ്റീവാണ്. ഇവിടെ ഗാൽവനിക് സെല്ലിൻ്റെ എഴുതാം. ഗാൽവനിക് സെല്ലിൽ കാഥോഡ് പോസിറ്റീവും വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ കാഥോഡ് നെഗറ്റീവുമാണ്. ഇനി ആനോഡിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ എന്താണ്? വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ആനോഡ് പോസിറ്റീവാണ്, നമ്മുടെ ഗാൽവനിക് സെല്ലിൽ നെഗറ്റീവാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെക്കണേ. 17ാമത്തെ ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രിയാശീലതയിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഏത്? ക്രിയാശീലതയിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഏതാ വരിക? അതെ, ഓപ്ഷൻ സി ഗാൽവനിക് സെല്ലാണ് വരിക. അപ്പോൾ ക്രിയാശീലത നിങ്ങൾ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെക്കണേ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഇല്ലേ? ഇങ്ങോട്ട് കൂടിയാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ആരൊക്കെ ഉണ്ടാവും? സ്വർണ്ണം ഉണ്ടാവും, വെള്ളിയൊക്കെ ഉണ്ടാവും. താഴേക്ക് വരുമ്പോൾ വെള്ളി കഴിഞ്ഞിട്ടാണ് സ്വർണം, പിന്നെ പ്ലാറ്റിനം. ഇവരൊക്കെ എന്താണ്? ക്രിയാശീലത കുറഞ്ഞതാണ്. ഓക്കെ, ഇവരൊക്കെ ഹൈഡ്രജൻ്റെ താഴേക്കാണ്, ഇവരൊക്കെ ഹൈഡ്രജൻ്റെ മേലേക്കാണ് വരിക. അതൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു? മൊത്തത്തിൽ ഒരു 26 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ റൗണ്ട് ചെയ്ത് 25 ചോദ്യം എന്ന് പറയാം നമുക്ക്. സമയം ഒരു 28 മിനിറ്റിൻ്റെ അടുത്തായി. അപ്പോൾ ഞാൻ നിർത്തുവാണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. എല്ലാവരും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും വായിക്കുന്നുണ്ട്. കുറച്ച് പ്രശ്നം തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുമ്പം. അതൊന്നും സാരമില്ല, നമ്മൾ പ്രതീക്ഷയൊന്നും കൈവിടണ്ട, പഠിക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.